എല്ലാവർക്കും നമസ്കാരം. PSAയുടെ 2ാം വാർഷികാഘോഷം കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള്. അപ്പോ ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഒന്ന് കയറിയിരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ RJ അക്ഷര. ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഈ പ്രോഗ്രാം തീരുന്നവരെ നിങ്ങളുടെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടാകും എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കയ്യടിയും അതുപോലെ തന്നെ നമുക്ക് സന്തോഷമായിട്ടും ഈ ഒരു കുടുംബ സംഗമം ഒരു കുടുംബത്തെ പോലെ തന്നെ എങ്ങനെയാണ് സന്തോഷത്തിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവുക, അത്രയും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം മെമ്മറബിൾ ആക്കാം. എന്താണ് പേരുമെടുക്കേണ്ട പേര് പറഞ്ഞേ? ധ്യാനാണ് ആദ്യം റെഡി ആയിട്ട് വന്നത്. അപ്പൊ എല്ലാ കുഞ്ഞു മക്കളാ റെഡ് ഉടുപ്പിട്ട് ഓടി 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 കസേരയിലൊക്കെ മറിഞ്ഞിട്ടുണ്ടായും. വാശിയേറിയ പോരാട്ടത്തിൽ ആരാണ് ജയിക്കാൻ പോണേ നോക്കട്ടെ. കുഴപ്പമില്ല, റിവേഴ്സ് ഒന്നും ഇരിക്കാൻ പാടില്ല. എന്താ നമ്മുടെ ധ്യാൻ എന്തായാലും ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുത്തു. കാരണം തുടക്കം മുതല് കസേര നോക്കിയിട്ടുള്ള വാശിയേറിയ മത്സരം ധ്യാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം കൈയിടി ധ്യാനിന്. പിന്നെ അവിടെ ക്ഷീണം ഉണ്ടാവും. എന്താ പേരെന്തായിരുന്നു? അഭിനവ്. എങ്ങനെയാണ് ഈ കളി ജയിച്ചത്? ഭയങ്കര ടഫായിരുന്നു. കൊറേ നേരമായിട്ട് അഭിനവ് ഈ പറഞ്ഞ പോലെ ധ്യാന്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. കസേര നോക്കിയിട്ട് എന്നെയായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ജയിച്ചു, കസേര സ്വന്തമാക്കി. പിന്നെ പ്രൈസ് നമ്മള് ലാസ്റ്റ് നമുക്ക് പ്രൈസ് തരാം. ഇപ്പൊ കസേരയും കൊണ്ട് പോക്കോ. കസേരയും കൊണ്ട് നമുക്ക് അഭിനവിന് നല്ലൊരു കയ്യടി കൊടുക്കാം. എന്തായാലും നല്ല മത്സരം തന്നെയായിരുന്നു. കുത്തുന്ന ഒരു ഗെയിമാണ്. ഇവിടെ ഒരുപാട് സുന്ദരികളെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ സുന്ദരന്മാരെ കാണുന്നുണ്ട്. അപ്പൊ ഈ സുന്ദരിക്ക് പൊട്ടുകുത്താൻ സുന്ദരിമാര് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് സുന്ദരന്മാരെ നോക്കാം. ആരാണ് കറക്റ്റ് ആയിട്ട് പൊട്ടുകുത്തുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സുന്ദരിക്ക് പൊട്ടുകുത്തലാണ് നമ്മുടെ അടുത്ത ഗെയിം. നമ്മുടെ ധ്യാനാണ്. ആദ്യത്തെ മ്യൂസിക്കൽ ചെയറിലെ ടഫ് കോമ്പറ്റീഷൻ ധ്യാൻ. തിരിക്കണം. പേന തരാം. 3 തവണ തിരിഞ്ഞോ. അളവെടുക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അല്ലല്ല, തിരിയണം. ഒരു സുന്ദരനാണ് സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് വരുന്നത്. ധ്യാൻ എന്തായാലും കറക്റ്റ് ആയിട്ടാണോ പൊട്ടുകുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. പോരട്ടെ. ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ സമ്മാനം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ഇതൊരു കുടുംബ സംഘമാണ്. അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, PSA ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ അതിൽ 110 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോ ഇതാണ് ആ ഒരു ഒരു ടാസ്ക് പോലെ എടുക്കാൻ വേണമെങ്കിൽ എല്ലാ മെമ്പേഴ്സിന്റെയും, അതായത് 110 മെമ്പേഴ്സിന്റെയും ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുള്ള ആരെങ്കിലും, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒഴികെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആ ഗ്രൂപ്പിൽ 110 മെമ്പേഴ്സിന്റെ ഫോൺ നമ്പറും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാം. മനസ്സിലായോ എന്താണെന്ന്? ഞാൻ ഒന്നുകൂടി പറയാം. PSA ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പ് 110 മെമ്പേഴ്സ് ഉണ്ട് അതിൽ. അപ്പൊ ആ 110 മെമ്പേഴ്സിന്റെയും ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുള്ള, അതായത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. ആരെങ്കിലും ഉണ്ടോ? ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹപൂർവ്വം സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിനെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാണ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ നമുക്ക് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം. ഒപ്പം തന്നെ അജയൻ കൊച്ചുത്തറ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന് നല്ലൊരു കയ്യടി. നമ്മുടെ PSA കറന്റ്ലി പ്രസിഡന്റ് ആയിട്ടുള്ള ഇക്ബാൽ മുത്തിച്ചൂർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സജിത് പുത്തമ്പുരയ്ക്കെല്ലാം കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്നൊരു കലാകാരനും കൂടിയുണ്ട്, നിസാറുദ്ദീൻ ഷാ.
ഏറെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു കയ്യടിയുടെ എനർജി പോരാ, നല്ലൊരു കയ്യടി വേണം. സ്നേഹിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അല്ലെ, ഉറുമി സിനിമയിലെ പാട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സെല്ലുലോയിഡിൽ ആ ഒരു പാട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടാണ്. ആ സിനിമയാണെങ്കിലും ആ പാട്ടാണെങ്കിലും അതിലെ വരികളാണെങ്കിലും നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനം രചിച്ചും അതുപോലെ തന്നെ കലാലോകത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിനെ ഏറെ സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നും കൂടിയും ഒരു ഭംഗിയായത് ആ വരികൾ എഴുതിയ ആളുടെ വാക്കിൽ നിന്ന് എന്താണ് ആ പാട്ട് കേട്ടപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. പുതിയ തലമുറയായിക്കോട്ടെ ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വരികളാണ്. ആ വരികൾ അത്രയും നന്നായതുകൊണ്ടാണല്ലേ നമ്മുടെ മനസ്സിലൊക്കെ ആ പാട്ടുകൾ ഇപ്പോഴും ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും കലാലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ ആദരവ് നൽകാനായിട്ട് പോവാണ്. അപ്പൊ ആദരവ് നൽകാൻ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ആദരവ് ഏറ്റുവാങ്ങാൻ പ്രദീപ് വിജയൻ നമ്മുടെ പടിയം സ്പോർട്സ് അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, നേവി ഓഫീസറാണ്, ഷൂട്ടിംഗിൽ 10M എയർ റിഫിൾ മാസ്റ്റേഴ്സ് കാറ്റഗറിയിലെ വിന്നർ കൂടിയാണ്. സാറിനെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിറഞ്ഞ കൈയിടികളോട് കൂടി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സമ്മാനിച്ചു. ഒരിക്കൽ കൂടി ഒരു നല്ലൊരു കൈയടി നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. അടുത്തതായിട്ട് വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഒരു മിടുമിടുക്കനെയാണ്. മിടുമിടുക്കൻ എന്ന് പറഞ്ഞതിന് ഒരു വലിയൊരു റീസൺ ഉണ്ട്. ഈ ഒരു 9ാം വയസ്സിൽ തന്നെ 15 മിനിറ്റിനുള്ളിൽ 62 തവണ പിരാമിഡ്സ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് 4 റെക്കോർഡുകളാണ് ആളുടെ പേരില് സ്വന്തമായിട്ടുള്ളത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ 4 റെക്കോർഡുകൾ കൈവരിച്ച് കൊച്ചുമിടുക്കനാണ്, മിടുമിടുക്കനാണ്. ഇതിനു മുമ്പത്തെ റെക്കോർഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റിൽ 39 തവണയായിരുന്നു ഇതിനു മുമ്പുള്ള റെക്കോർഡ്. പക്ഷെ നമ്മുടെ മിടുമിടുക്കൻ 15 മിനിറ്റിൽ 62 തവണയാണ് സോൾവ് ചെയ്തത്. നല്ലൊരു കൈയ്യടി വേണം. ധ്യാൻ എസ് ജിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ സ്റ്റുഡന്റ് ആണ്. ഇതിനൊപ്പം തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പടിയം സ്പോർട്സ് അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള യോഗാനന്ദൻ സാറിന്റെ പേര് കുഞ്ഞാണ്. ധ്യാൻ തുടക്കം മുതൽ അത്രയും എനർജിയിൽ നമ്മുടെ പ്രോഗ്രാമിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു മിടുക്കനാണ്. ധ്യാൻ റെഡിയല്ലേ? ആർക്കെങ്കിലും ഷഫിൾ ചെയ്യണോ? ഇത് വിളിച്ച് ഓക്കെ. നിസാറുദ്ദീൻ ഇതൊന്ന് ഷഫിൾ ചെയ്ത് കൊടുത്തോ. 1 2 3 യെസ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഒന്ന് കണ്ണൊന്ന് ചിമ്മുമ്പോഴേക്കും ആളിതാ റെഡി ആക്കിയിട്ടുണ്ട്. മിടുക്കനാണ്, മിടുമിടുക്കനാണ്. എനിക്ക് തോന്നുന്നു ഈ 4 റെക്കോർഡ്സിൽ നിൽക്കില്ല. ഇനിയും ഓരോ പടവുകളായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് തന്നെ നല്ലൊരു കയ്യടി നമുക്ക് ഒരിക്കൽ കൂടി കൊടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ പടിയം സ്പോർട്സ് അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ ഒരു ഡാൻസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. ആക്ച്വലി ഞാൻ ഇത് അറിഞ്ഞ സമയത്ത് വന്നപ്പോ മുതൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇവരൊരു ഡാൻസ് തീർച്ചയായിട്ടും
നമ്മൾ ഈ പ്രസംഗത്തിലൂടെ ഒക്കെ കേട്ടു എത്രത്തോളം അച്ചീവ്മെന്റ്സ് ആണ് ഇവിടെയുള്ളത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു കുടുംബ സംഗമത്തിൽ കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ടൊരു ഡാൻസ് ഇവിടെ റെഡിയാണ്. അടുത്തതായിട്ട് നമ്മൾ ആശംസ അർപ്പിക്കാനായി CV സാബു സാറിനെ ക്ഷണിക്കാണ്. ആദ്യത്തെ PS വേദിയിൽ കാണാനായിട്ട് പോകുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. നമ്മുടെ PSA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അത് തന്നെയാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത്. ആൻഡ് ഓൾസോ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് എൻജോയ് ചെയ്യാം. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പൊ നല്ലൊരു കൈയ്യടി വേണ്ടേ? അനൗൺസ് ചെയ്തപ്പോ തന്നെ ഓടി വന്ന നമ്മുടെ സെന്നക്കുട്ടി, സെന്ന നല്ല കളിയിലാണ്. സെന്ന മരിയാം, സമ്മാനം വേണ്ടേ? എന്നോട് പറഞ്ഞില്ലേ സമ്മാനം വേണമെന്ന്? ഇങ്ങോട്ട് ഓടിയോ? വന്നോ? നല്ല ഹാപ്പി ആയ ആള്. ഇപ്പൊ ഒന്ന് ചേച്ചി സ്റ്റേജിലേക്ക്. നമ്മുടെ സെന്ന മോൾക്കുള്ള സമ്മാനം ഒരു നല്ല കൈയ്യടി വേണ്ടേ? അപ്പൊ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടണം കേട്ടോ. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ പെർഫോമൻസുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് എല്ലാ പെർഫോമൻസിലും വളരെയധികം ഒരു എനർജി നമ്മുടെ ഇങ്ങോട്ട് തന്ന് പെർഫോമൻസുകൾ ചെയ്ത് ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പടിയം സ്പോർട്സ് അക്കാദമിയുടെ അംഗങ്ങള് വാർഷിക സമ്മാനം ആരെങ്കിലും റിസീവ് ചെയ്യാത്തതുണ്ടെങ്കിൽ വേദിയുടെ റൈറ്റ് സൈഡിലോട്ട് വരേണ്ടതായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. വാർഷിക സമ്മാനം PSA അംഗങ്ങൾ ആരെങ്കിലും റിസീവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദിയിലേക്ക് വരേണ്ടതാണ്. വേദിയുടെ റൈറ്റ് സൈഡിലേക്ക് വരേണ്ടതാണ്. സെക്രട്ടറിനെ ഒന്ന് കാണേണ്ടതാണ്. അപ്പൊ ഇത്രയും നേരം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയെ കാണുക എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ, വളരെ ചുരുക്കം കാണുന്നതാണ് ഇത്രയും സ്നേഹം, ഇത്രയും ഒത്തൊരുമ. അപ്പൊ ഈ 2 വർഷത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ പടിയം സ്പോർട്സ് അക്കാദമിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 8 സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കൂൾ ഫുട്ബോൾ ലീഗ് നടത്താനായിട്ട് സാധിച്ചു. അതിൽ ആദ്യത്തെ പ്രൈസ് 25,000 നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ ആയിട്ടുള്ള രാഹുൽ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രഡിക്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ബാഡ്മിന്റൺ സ്റ്റേറ്റ് ലെവൽ ടൂർണമെന്റ് PSAയുടെ ഇനോഗ്രേഷൻ നടത്തിയത് തന്നെ നമ്മുടെ മന്ത്രിയായിട്ടുള്ള K രാജൻ അവരുകളാണ്. അതുപോലെ തന്നെ നമ്മൾ 32 ടീമുകളെ ഉൾക്കൊള്ളിച്ചുള്ള നോക്കൌട്ട് ഫുട്ബോൾ ഒരു വേൾഡ് കപ്പ് മോഡലിൽ നടത്താനായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. ഫുട്ബോൾ, ബാഡ്മിന്റൺ, കരാട്ടെ ഇതുപോലുള്ള സ്പോർട്സ് മേഖലയിലൊക്കെ നമ്മൾ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ല, ഇതിൽ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ്മിന്റൺ കോച്ചിങ്ങിന് പോയിട്ടുള്ള ആ കുട്ടികൾ പങ്കെടുത്ത തൃശൂർ വെസ്റ്റിലും വലപ്പാട് ഉപജില്ലയിലും വിന്നേഴ്സ് ആയിട്ടാണ് അവര് തിരിച്ചു വന്നത്. തീർച്ചയായിട്ടും ഇതിനപ്പുറം നമ്മൾ ഡിസംബർ 31 നമുക്കറിയാം ഒരു വർഷം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കാറാണല്ലേ പതിവ്. മെയിൻ വിഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ല, ഒരു വർഷത്തേക്കോ ഈ വർഷം എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്യണം എന്നുള്ളതല്ല. ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പോർട്സ് മേഖലയിൽ ഉന്നത വിജയം കൈവരിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള സ്പോർട്സ് അക്കാദമികൾ ഇനിയും ഉയർന്നു വരണം. 2 വർഷത്തിനുള്ളിലെ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ പറയണു. നമുക്ക് ഇപ്പോൾ കേട്ടതെല്ലാം അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിലുപരി ഒരുപാട് ഉന്നതിയിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ കുടുംബ സംഗമം ഇതിലും വലിയൊരു കുടുംബമായിട്ട് നമ്മുടെ പടിയം സ്പോർട്സ് അക്കാദമി എത്തിച്ചേരട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. PSA മെമ്പേഴ്സ് ആരെങ്കിലും നമ്മുടെ വാർഷിക സമ്മാനം റിസീവ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടറിനെ ഒന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം. വൺസ് അഗെയിൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബങ്ങളെയും ഫാമിലി മെമ്പേഴ്സിനെയും PSA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. താങ്ക് യു സോ മച്ച്. സോ ദിസ് ഇസ് RJ Akshara signing off. Thank you.